സൂക്ഷിച്ച് ഇതിലേക്ക് നോക്കിയേ, ഒരുപാട് നാരുകൾ നിറഞ്ഞ് കെട്ടുപിണിഞ്ഞ ഒരു രൂപം കാണുന്നില്ലേ? ശരിക്കും ഇത് ഒരു വളരെ മിനുസമായ പേപ്പറാണ്, പക്ഷേ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഉള്ള അവസ്ഥയാണിത്. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് ഒരു ബോൾ പോയിൻറ്റ് പെന്നിൻ്റെ ടിപ്പാണ്. നമുക്ക് ബോൾ പോയിൻറ്റ് പെന്നിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് അറിയാമോ? അതിൻ്റെ ടിപ്പിൽ ഒരു മെറ്റൽ ബോളുണ്ട്. ആ ബോൾ ഇപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നല്ല ഹൈ പവറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ ബോളിൽ എന്താ സംഭവിക്കുന്നത്? ബോൾ ഉരുളുമ്പോൾ അത് നമ്മുടെ റീഫില്ലിൽ നിന്നുള്ള കട്ടി മഷി അവിടെ നിന്ന് എടുത്തിട്ട് ഈ പേപ്പറിലേക്ക് എഴുതുമ്പോൾ അതിലേക്ക് ഇങ്ങനെ പതിപ്പിക്കും. അങ്ങനെയാണ് നമുക്ക് പേപ്പറിൽ ബോൾ പോയിൻറ്റ് പെന്നുകൊണ്ട് എഴുതാൻ പറ്റുക, ഈ കാണുന്ന പോലെ. ഇനി നമുക്ക് ആദ്യത്തെ പേപ്പറിലെ കഥയിലേക്ക് വരാം. പേപ്പറിൽ വളരെ മിനുസമാണെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് നാര് നിറഞ്ഞതായിട്ട് ആദ്യം കണ്ടത്? കാരണം അത് മുഴുവൻ സെല്ലുലോസ് നാരുകളാണ്, അല്ലെങ്കിൽ സെല്ലുലോസ് ഫൈബേഴ്സ്. അങ്ങനത്തെ ദശലക്ഷക്കണക്കിന് സസ്യകോശങ്ങൾ ഒരുമിച്ച് അമർത്തിയാണ് നമ്മൾ ഈ പേപ്പർ ഉണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ കാണുമ്പോൾ അത് വളരെ മിനുസമായിട്ട് തോന്നുന്നെങ്കിലും മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നന്നായി മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ സാധാരണ നമുക്ക് നേക്കഡ് ഐസ് വെച്ച് നോക്കിയാൽ അത് മനസ്സിലാവില്ല.